ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? ഉപ്പുമാവ് എന്ന് കേൾക്കുമ്പോൾ ആരും മുഖം ചുളിക്കേണ്ട, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമ്മുടെ ഫിംഗർ മില്ലറ്റില്ലേ, ഫിംഗർ മില്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റാഗി ഉപയോഗിച്ചിട്ടുള്ള ഉപ്പുമാവാണ്. റാഗി സേമിയ ഉപയോഗിച്ചാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. സാധാരണ സേമിയ ഉപയോഗിച്ച് പലപ്പോഴും നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കുറച്ച് ഹെൽത്തി ആയിട്ട് എല്ലാ അസുഖക്കാർക്കും എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് ഇത്. ഞാൻ ഒരുപാട് കത്തി വയ്ക്കുകയല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ഒരുപാട് കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ. സ്കിപ്പ് ചെയ്ത് പോകരുതേ. നിങ്ങൾ ഈ വീഡിയോയുടെ ഇടയിലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കാണണം. ഇതിപ്പോൾ റാഗിയുടെ ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. റാഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മില്ലറ്റാണ്. അപ്പോൾ റാഗി കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പറയുന്നതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കമൻറ്റ്സ് തരാറുണ്ട്, ചേച്ചി വണ്ണം കുറയ്ക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക, വെയിറ്റ് കുറയ്ക്കാൻ ചെയ്യുന്നത് എന്താണ്, വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സ് എനിക്ക് പലപ്പോഴും വരാറുണ്ട്, വാട്സാപ്പിലും വരാറുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ വേറെ അങ്ങ് പോകണ്ട, മില്ലറ്റ്സ് യൂസ് ചെയ്തോളൂ. പല മില്ലറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. അപ്പോൾ ഈ റാഗി ഏറ്റവും നല്ലതാണ്. റാഗി ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും ദോശ ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, അതുപോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം. റാഗി ഉപയോഗിച്ച് പല പ്രോഡക്ട്സ് ഉണ്ടാക്കാം കേട്ടോ. ഞാനപ്പോൾ റാഗി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. ഒപ്പം തന്നെ ഈ ഒരു ഉപ്പുമാവും ഫോളോ ചെയ്യൂ. ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. എല്ലാം ഹെൽത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗറുള്ള ആൾക്കാർക്ക് ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്താനും പറ്റിയ കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റാഗി സേമിയ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിവിടെ റാഗി സേമിയ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഞാനൊരു 4-5 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്ര, ഇങ്ങനെ നമ്മൾ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ കയ്യിൽ ഒതുങ്ങുന്ന അത്ര അളവിൽ ഫ്രോസൺ പീസ് എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പച്ചമുളക് ഇവിടെ വെച്ചിട്ടില്ല, പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. എരിവ് കൂടിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില, വറ്റൽമുളക്, കടുക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഈ വെജിറ്റബിൾസ് എല്ലാം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, തേങ്ങ മാത്രം ചേർത്താലും മതി. വെജിറ്റബിൾസ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തിരിക്കുന്ന ഈ സേമിയ ഒന്ന് വെള്ളത്തിൽ ഒരു 1/2 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്, വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. സേമിയ സോക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം, അതിലേക്ക് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ വെള്ളത്തിൽ 1/2 മിനിറ്റ് ഈ സേമിയ ഒന്ന് സോക്ക് ചെയ്യണം. ഇത് സോക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം മാത്രം സേമിയ സോക്ക് ചെയ്യുക. 1/2 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ആവി കയറ്റി എടുക്കണം. 1 മിനിറ്റ് ഒന്ന് ആവി കയറ്റി സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ സാധാരണ സേമിയ കുക്ക് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ റാഗി സേമിയ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് സോക്കായി വരട്ടെ ഒരു 1/2 മിനിറ്റ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, നമ്മൾ സേമിയ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. 1 മിനിറ്റ് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ആവി കയറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഒരു ക്ലോത്ത് ഇട്ടിട്ട്, ക്ലോത്തിൻ്റെ മുകളിലാണ് നമ്മുടെ സേമിയ സോക്ക് ചെയ്തത് ഇട്ടത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി പാത്രത്തിൽ ഒട്ടി പിടിക്കില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് മാത്രം ഇളക്കി ഒന്ന് ഇതുപോലെ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക സേമിയ കുക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ സേമിയ ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. കട്ട് കുത്തി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഫോർക്ക് ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്തിടുന്നത്. സ്പൂൺ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യരുത്. സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കട്ടയായി പോകും. ഇതുപോലെ ഫോർക്ക് മാത്രം ഉപയോഗിക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചു, പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, അതുകൊണ്ട് വെളിച്ചെണ്ണ കുറവാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പോൾ കടുക് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഈ കടുക് പൊട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. നമ്മുടെ ഈ ഒരു റാഗിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. റാഗിയെക്കുറിച്ച് കടുക് പൊട്ടുന്നത് വരെ പറയുന്നുള്ളൂ, നിങ്ങളെ ഞാൻ കത്തി വെച്ച് കൊല്ലൊന്നല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റാഗി സേമിയ കൊണ്ട് ഞാനിപ്പോൾ ഒരു ഉപ്പുമാവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ സേമിയ ഉപ്പുമാവ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, റാഗി ദോശ ചെയ്തിട്ടുണ്ട്, റാഗി ഇടിയപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാഗിയുടെ ഗുണങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റാഗിയിൽ കാൽഷ്യം റിച്ചാണ്, അയൺ റിച്ചാണ്. ഇപ്പോൾ അനീമിക് ആയിട്ടുള്ള ആളുകൾ റാഗി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ കൂടും. അതുപോലെ കാൽഷ്യം കുറവുള്ള ആളുകൾ റാഗി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ
കാൽഷ്യം കൂടുതലായിരിക്കും, നമ്മുടെ എല്ലുകൾക്ക് ബലം കൂടും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാഗിയുടെ കുറുക്കാണ് അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് റാഗി കുറുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ആളുകൾ റാഗി അധികം കഴിക്കാറില്ല. കുട്ടികൾക്ക് ഏറ്റവും പെട്ടെന്ന് ദഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ റാഗി കുറുക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്കിനി 2 വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകും കൂടി ഒന്ന് കുക്കായി വരുമ്പോൾ, ഒന്ന് ചൂടായി വരുമ്പോൾ, വറ്റൽമുളക് കരിഞ്ഞു പോരുത്, ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ ആളുകളും റാഗി കഴിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രായം കൂടുന്തോറും നമ്മുടെ എല്ലുകളുടെ ബലം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റാഗിയിൽ കാൽഷ്യം കൂടുതലാണ്, നമ്മുടെ എല്ലുകൾക്ക് ബലം കൂടാൻ റാഗി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ കുറയാനായിട്ട് റാഗി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ ബീൻസ് ചേർക്കാം. സവോള ആദ്യം ചേർക്കരുത്, ബീൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം കേട്ടോ. നമ്മുടെ ഓരോ വെജിറ്റബിൾസിൻ്റെയും കുക്കിംഗ് ടൈം അനുസരിച്ച് വേണം നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടുതൽ കുക്കിംഗ് ടൈമുള്ള വെജിറ്റബിൾസ് ആദ്യം ചേർക്കുക. പിന്നെ ഈ ഒരു ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ ക്യാപ്സിക്കം ചേർക്കാം, സ്വീറ്റ് കോൺ ചേർക്കാം, അങ്ങനെ നല്ല കളർഫുള്ളായിട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മഞ്ഞ, പച്ച, ചുവപ്പ് അങ്ങനെ പല കളറിലെ ക്യാപ്സിക്കം ചേർക്കാം. അതുപോലെ സ്വീറ്റ് കോണും കൂടി ചേർക്കാം. അപ്പോൾ ക്യാപ്സിക്കം നമുക്ക് അവൈലബിൾ ആയില്ല എന്നുണ്ടെങ്കിൽ സ്വീറ്റ് കോൺ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞ കളറിൽ ഒരു കളർ ചേഞ്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ബീൻസ് ഒന്ന് ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഫ്രോസൺ പീസ് ചേർക്കാം. ഫ്രോസൺ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ഗ്രീൻ പീസ് ഒന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടാണെങ്കിലും ചേർക്കാം. ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന റെസിപ്പിയാണ്. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് ചേർക്കാമെന്ന് പറഞ്ഞത്. ഒന്ന് വേവിച്ചിട്ട് ചേർക്കണം കേട്ടോ. ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിലും ഫ്രോസൺ പീസ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ചേർക്കാം. അപ്പോൾ ഗ്രീൻ പീസും ബീൻസും ഒന്ന് കുക്കായി വരട്ടെ. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം, ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം ഒരു 2 മിനിറ്റ്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റായി. ഞാൻ ലോ ഫ്ലെയിമിലാണ് അടച്ചു വെച്ചത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. എല്ലാ വെജിറ്റബിൾസും ഒന്ന് കടിക്കാൻ പാകത്തിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് സവോളയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. എല്ലാം കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണ്ട, അപ്പോൾ നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. ഇനി കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ റാഗിയിൽ ഉപ്പ് ചേർത്താണ്, ഉപ്പ് വെള്ളത്തിലാണ് റാഗി സോക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഉപ്പ് കൂടി പോകരുത്. വെജിറ്റബിൾസിന് മാത്രം ആവശ്യമായ ഉപ്പ് ചേർക്കുക. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ കുട്ടികൾക്ക് റാഗി ആദ്യം കുറുക്ക് കൊടുക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വലിയ ആളുകൾക്കും എല്ലാവർക്കും റാഗിയുടെ കുറുക്കൊക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ റാഗി ഉപ്പുമാവും റാഗി പുട്ടും ഒക്കെ കഴിക്കാവുന്നത്. അപ്പോൾ നിങ്ങൾ റാഗി കഴിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചു തുടങ്ങിക്കോളൂ. പിന്നെ വൈറ്റമിൻ ഡിയുടെ കാര്യം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി റാഗി സേമിയയിൽ കൂടുതൽ, റാഗി സേമിയയിലല്ല റാഗിയിൽ കൂടുതലാണ്. റാഗി സേമിയ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് റാഗി സേമിയ എന്ന് പറഞ്ഞൊന്നുമില്ല. റാഗിയിൽ വൈറ്റമിൻ ഡി കൂടുതലാണ്. റാഗിയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ റാഗിയിൽ വൈറ്റമിൻ ഡി കൂടുതലായതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് ഈ റാഗി ഉപകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ് റാഗി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ റാഗി ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ വെയിറ്റ് ലോസിനും വളരെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് അടച്ചു വെക്കണ്ട, ക്യാരറ്റൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ക്യാരറ്റൊക്കെ ഓവർ കുക്കാവണ്ട. ഇനി ഞാൻ നമ്മുടെ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. കൊളസ്ട്രോളൊക്കെ കുറയാനായിട്ട് റാഗി നല്ലതാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഈ ഒരു ഉപ്പുമാവിൽ ഈ ഒരു ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. വളരെ കുറച്ച് അളവിൽ ചേർത്താൽ മതി. പക്ഷേ ടേസ്റ്റ് കൂട്ടാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ തേങ്ങ ചിരവിയത്. അപ്പോൾ തേങ്ങ ചിരവിയതും കൂടി ചേർക്കുമ്പോൾ കണ്ടോ നല്ല കളർഫുള്ളായി. ഇനി നമ്മുടെ ഉപ്പുമാവ് നല്ല അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് വരും. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്കൊരു 1 മിനിറ്റും കൂടി അടച്ചു വയ്ക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പിന്നെ കുക്കിംഗ് ടൈം എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക.
സേമിയ കുഴഞ്ഞു പോവാതെ കുക്ക് ചെയ്തെടുക്കണം. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഞാനിതൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ടെ. എല്ലാം ചേർന്ന് മിക്സായി ഒന്ന് കുക്കായി വരാനായിട്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് 1 ടീസ്പൂൺ വെള്ളം തളിച്ചു കൊടുക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി വരണം എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാലും കുക്കായി കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയി. നമുക്ക് തുറക്കാം. നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സേമിയ ചേർത്തിട്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. സേമിയ കണ്ടോ ഒട്ടും കുഴഞ്ഞു പോകാതെ കുക്കായി കിട്ടിയിട്ടുണ്ട്. സേമിയ ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒരുപാട് ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു സ്പാറ്റിലയും ഒരു ഫോർക്കും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. ഫോർക്ക് നമ്മുടെ പാൻ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ തട്ടാതെ ശ്രദ്ധിക്കുക, നോൺ സ്റ്റിക്ക് കോട്ടിങ് പോവും. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്യാണ് നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മുടെ വീഡിയോകളൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കണ്ടോ നന്നായിട്ട് മിക്സായി. ഇനി വേണമെങ്കിൽ 1 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സേമിയ ഉപ്മാവിൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയി. ഇനി നമുക്ക് തുറക്കാം. നന്നായിട്ട് ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്മാവ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉപ്പ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് ഉപ്പ് കുറവാണെങ്കിൽ ജസ്റ്റ് 1 സ്പൂൺ വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് തെളിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കറികൾ ചേർത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടിയോ പൊട്ടറ്റോ മെഴുക്കുവരട്ടിയോ ഒക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.